നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ പല വീഡിയോകളിലും പറയുന്നത് പോലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഉയർച്ച നമ്മുടെ ഒരു ക്യാമ്പയിൻ തന്നെയാണ്, നമ്മളെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോകളിൽ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും കൂടി അതിൻ്റെ തുടർച്ചയെന്നാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്, കഴിഞ്ഞ വീഡിയോകളിൽ നമ്മുടെ പാസഞ്ചർ മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ മെയിൻലി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുള്ള നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിൻ്റെ കൂടുതലിനെ പറ്റിയിട്ട് തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഫ്ലൈറ്റ്സിൻ്റെ എണ്ണം ഒട്ടനവധി കൂടുന്നുണ്ട്, ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുന്നതും കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മാർച്ച് 31 കൂടിയിട്ട് സമ്മർ ഷെഡ്യൂൾ വന്നു കഴിഞ്ഞു. അത് ഒക്ടോബർ 24 വരെ നീണ്ടു നിൽക്കും. ആ ഒരു സമയത്ത് ഏകദേശം 17% വളർച്ചയാണ് നമ്മുടെ നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിൻ്റെ എണ്ണത്തിൽ വരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ നിർത്തിവെച്ചിരുന്ന ഹനിമാതോ, നമുക്കറിയാം ഹനിമാതോ എന്ന് പറയുന്നത് നമ്മുടെ മാലദ്വീപിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദ്വീപാണ്. ആ ദ്വീപിലേക്കുള്ള സർവീസ് ഇപ്പോൾ വീണ്ടും തുടങ്ങാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുറേ അധികം സർവീസുകൾ ഈ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുതിയ സർവീസുകൾ 3-4 ദിവസങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന സർവീസ്, ആ സർവീസുകളുടെ എണ്ണവും ഇപ്പോൾ കൂടാനായിട്ട് പോകുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് പോകാനുള്ള ഒരു അവസരം കൂടിയാണിത്. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വേൾഡിലെ പല ഡെസ്റ്റിനേഷനിലേക്കും നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ സെക്ടറിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ്സും ഈസി ആയിട്ട് നമ്മുടെ നാട്ടിലെ പ്രവാസികൾക്കും അതുപോലെ തന്നെ ജോലി ചെയ്ത് പോകുന്നവർക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് പോകുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഈവൻ അമേരിക്കയിലോട്ടോ ഓസ്ട്രേലിയയിലോട്ടോ എല്ലാം നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് പോകാനായിട്ട് സാധിക്കും. നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിൻ്റെ എണ്ണവും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി തന്നെ നോക്കാം. പ്രതിവാര ATMകൾ 612 നിന്ന് 716 ഉയരും. അതുപോലെ തന്നെ രാജ്യാന്തര സർവീസുകൾ നോക്കുകയാണെങ്കിൽ 268 പ്രതിവാര ATMകൾ 324 വർദ്ധിക്കും. ഇനി ആഭ്യന്തര സർവീസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 344 ആഭ്യന്തര സർവീസുകളാണ് പ്രതിവാരമുള്ളത്. അത് 392 എന്ന മാജിക് ഫിഗറിലേക്ക് ഉയരും. ഇനി മറ്റൊരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ആഭ്യന്തര സർവീസിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ബംഗളൂരുവാണ്. ബംഗളൂരുവിൽ ഒട്ടനവധി മലയാളികളുണ്ട്, അതുപോലെ തന്നെ ഒട്ടനവധി പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ളവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴത്തെ സർവീസ് തന്നെ മതിയാവുന്നില്ല, അത് 10ലേക്ക് ഉയരും എന്ന സന്തോഷ വാർത്ത കൂടെ ഇതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇനി നമുക്ക് രാജ്യാന്തര സർവീസുകൾ പ്രതിവാര ATMകൾ പല ഡെസ്റ്റിനേഷനിലേക്ക് എത്രത്തോളം സർവീസുകൾ നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അബുദാബി 96, ഷാർജ 56, മസ്കറ്റ് 28, ദുബായ് 28, ദോഹ 22, ബഹ്റൈൻ 18, കോലാലംപൂർ 16, ദമാം 14, സിംഗപ്പൂർ 14, കൊളംബോ 10, കുവൈറ്റ് 10, മാലെ 8, ഹനിമാദു 4. ഇത്രയുമാണ് നമ്മുടെ വിവിധ ഡെസ്റ്റിനേഷനിലേക്കുള്ള പ്രതിവാര ATMകൾ. ഇനി നമുക്ക് ആഭ്യന്തര സർവീസുകളും ATMകളും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ ബംഗളൂരുവാണ്. ബംഗളൂരുവിലേക്ക് 140 ATMകളാണ് ഉള്ളത്. ഡൽഹി 70, മുംബൈ 70, ഹൈദരാബാദ് 56, ചെന്നൈ 42, കൊച്ചി 14. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് എയർലൈനിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എയർലൈൻസിൻ്റെ ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വളരെ മികച്ച രീതിയിൽ അതും നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. നമ്മുടെ ഗ്രാഫ് ഇപ്പോൾ മുകളിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും പല സർവീസുകളും ഇവിടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആൾക്കാർ ഡിമാൻഡ് ചെയ്യുക, നമ്മൾ ഡിമാൻഡ് ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ വേണ്ട സർവീസുകൾ നിരന്തരമായിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്ത് കൊടുക്കും. ഇവഞ്ച്വലി നമുക്ക് ആ ഒരു സർവീസ് കിട്ടുക തന്നെ ചെയ്യും. ആൾക്കാർ കൂടുതലുണ്ടെന്ന് അറിയുമ്പോഴല്ലേ നമ്മുടെ എയർലൈൻ കമ്പനികൾ മുന്നോട്ട് വരത്തുള്ളൂ. അപ്പോഴല്ലേ നമ്മുടെ ഓപ്പറേറ്റേഴ്സിന് ആ ഒരു സിറ്റുവേഷൻ ക്യാച്ച് ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഡിമാൻഡ് ചെയ്താൽ കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ മാക്സിമം എയർപോർട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എയർപോർട്ട് മുൻപിലേക്ക് പോകും, ലൈം ലൈറ്റിലേക്ക് വരും. ഇത്
മറ്റൊരു തലത്തിലേക്ക് വരും. നമ്മുടെ നാടിനതൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ഞാൻ ഷിബു സാലിഹ എന്നോടൊപ്പം ബ്രേണസ് രാജ് നിർത്തുന്നു. നമസ്കാരം. കീപ് വാച്ചിങ് പ്രസ് കേരള.